ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. സുധാമൂർത്തിയുടെ ഒരു അനുഭവക്കുറിപ്പാണ്. ആരാണ് സുധാമൂർത്തി? 1950 ആഗസ്റ്റ് 19 ജനിച്ച ഒരു കന്നഡ എഴുത്തുകാരി, ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ വിദഗ്ധ എന്നൊക്കെ പറയാം. എഴുത്തുകാരിയാണ്, ജീവകാരുണ്യ പ്രവർത്തകയാണ്. ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നിട്ടുണ്ട് പണ്ട്. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട് അവാർഡുകളായിട്ട്. ഇനി അവരുടെ കഥകൾ നോക്കാം. മഹാശ്വേത, ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് 2006 2006 ദ ബേർഡ് വിത്ത് ഗോൾഡൻ വിങ്സ്, സ്വർണ്ണച്ചിറകുള്ള പക്ഷി 2009 കഥ. ഗ്രാൻഡ് മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ്, മുത്തശ്ശിയുടെ കഥകളുടെ ഭണ്ഡാരം. ഇതൊക്കെ അവരുടെ കഥകളാണ്. ഈ കഥ, ദിസ് സ്റ്റോറി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ബുക്ക് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് ആൻഡ് അതർ സ്റ്റോറീസ് ഇൻ ദ ഇയർ 2004. ഈ കഥയും പിന്നെ വേറെ കുറെ കഥകളും കൂടി 2004 അവർ പബ്ലിഷ് ചെയ്തു. ഇൻ ദ സ്റ്റോറി, നമ്മുടെ ഈ കഥയിൽ, ദ ഓതർ റിക്കാൾസ് ഹൗ ഷീ ടോട്ട് ഹെർ ഇല്ലിറ്ററേറ്റ് ഗ്രാൻഡ് മദർ ടു റീഡ്. എഴുത്തുകാരി തൻ്റെ നിരക്ഷരയായ, എഴുത്തുമായനെ അറിയാത്ത മുത്തശ്ശിയെ എങ്ങനെയാണ് വായിക്കാൻ പഠിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇൻ ദ സ്റ്റോറി ദ ഓതർ റിക്കോൾസ്, ഈ കഥയിൽ എഴുത്തുകാരി റിക്കോൾസ്, ഓർമ്മിക്കുന്നു. ഓതർ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി, അതാണ് ഓതർ. AUTHOR സ്പെല്ലിംഗ് പഠിക്കുക. റിക്കോൾസ് ഓർമ്മിക്കുന്നു. ഹൗ ഷീ ടോട്ട് ഹെർ ഇല്ലിറ്ററേറ്റ് ഗ്രാൻഡ് മദർ ടു റീഡ്, തൻ്റെ ഇല്ലിറ്ററേറ്റ് ഗ്രാൻഡ് മദറിനെ റീഡ് ചെയ്യാൻ, വായിക്കാൻ പഠിപ്പിച്ചതെന്ന്. ടീച്ചിൻ്റെ പാസ്റ്റൻസ് ആണ് ടോട്ട്, TEACH, ടീച്ച്, പഠിപ്പിക്കുക. ടോട്ട് പഠിപ്പിച്ചു. ഹൗ ഷീ ടോട്ട് ഹെർ ഇല്ലിറ്ററേറ്റ് ഗ്രാൻഡ് മദർ ടു റീഡ്, തൻ്റെ നിരക്ഷരയായ, എഴുത്തും വായനയും അറിയാത്ത മുത്തശ്ശിയെ വായിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ഈ കഥയിൽ സുധാമൂർത്തി ഓർമ്മിച്ചെടുക്കുന്നു. അന്ന് എഴുത്തുകാരിക്ക് 12 വയസ്സ്, സുധാമൂർത്തിക്ക്. മുത്തശ്ശിയുടെ പേര് കൃഷ്ണക, 62 വയസ്സാണ് മുത്തശ്ശിക്കന്ന്. വെൻ ദ ഓതർ വാസ് എ ഗേൾ ഓഫ് അബൌട്ട് 12, അന്ന് എഴുത്തുകാരിക്ക് ഏകദേശം, എബൌട്ട് എന്ന് വെച്ചാൽ ഏകദേശം, 12 വയസ്സ്, TWELVE 12, 12 വയസ്സ്. എഴുത്തുകാരിക്ക് അന്ന് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ ഷീ യൂസ്ഡ് ടു സ്റ്റേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ, നോർത്ത് കർണാടകയിൽ മുത്തശ്ശിയോടൊപ്പം താമസിക്കാറുണ്ടായിരുന്നു. ഇനി, സിൻസ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം വാസ് നോട്ട് വെരി ഗുഡ് ഇൻ ദോസ് ഡേയ്സ്, അന്നത്തെ കാലത്ത് ഗതാഗത സംവിധാനം അത്ര നല്ലതല്ലാത്തതിനാൽ ദേ യൂസ്ഡ് ടു ഗെറ്റ് ദ മോർണിംഗ് ന്യൂസ് പേപ്പർ നോട്ട് അൺടിൽ ദ ആഫ്റ്റർനൂൺ, രാവിലത്തെ പത്രം ഉച്ചയാകുന്നതുവരെയും അവർക്ക് ലഭിക്കുക പതിവുണ്ടായിരുന്നില്ല. സാധാരണയായി പതിവായി ഒരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് യൂസ്ഡ് ടു. ദേ യൂസ്ഡ് ടു ഗെറ്റ് ദ മോർണിംഗ് ന്യൂസ് പേപ്പർ നോട്ട് അൺടിൽ ദ ആഫ്റ്റർനൂൺ, ഉച്ചയാകും വരേക്കും മോർണിംഗ് ന്യൂസ് പേപ്പർ കിട്ടുകയില്ലായിരുന്നു. ദ വീക്ക്ലി മാഗസിൻ, ആഴ്ചപ്പതിപ്പാവട്ടെ യൂസ്ഡ് ടു കം ഇൻ എ ഡേ ലേറ്റ്, ഒരു ദിവസം വൈകിയാണ് വരുമായിരുന്നത്. അന്നത്തെ യാത്രാ സംവിധാനങ്ങളുടെ പരിമിതിയാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തുവാകട്ടെ, ഓൾ ഓഫ് ദം വുഡ് വെയിറ്റ് ഈഗർലി ഫോർ ദ ബസ്, ബസ്സിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കും. വിച്ച് അറൈവ്ഡ് വിത്ത് ദ ന്യൂസ് പേപ്പേഴ്സ്, വീക്ക്ലി മാഗസിൻ ആൻഡ് ദ പോസ്റ്റ്, അത് ന്യൂസ് പേപ്പർ, ആഴ്ചപ്പതിപ്പ്, പിന്നെ തപാൽ കാര്യ സാധനങ്ങൾ ഒക്കെയായിട്ട് ആ ബസ് വരുന്നതും കാത്ത് എല്ലാവരും ഇരിക്കുമായിരുന്നു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, ത്രിവേണി വാസ് എ വെരി പോപ്പുലർ റൈറ്റർ ഇൻ ദ കന്നഡ ലാംഗ്വേജ്, കന്നഡ ഭാഷയിലെ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയായിരുന്നു ത്രിവേണി. ആരാണ് ത്രിവേണി? ആ എഴുത്തുകാരിയുടെ പടം ഇവിടെ കാണിച്ചിരിക്കുന്നു. എന്തുവാട്ടെ, ഓൾ ദ വില്ലേജ് പീപ്പിൾ വുഡ് വെയിറ്റ് ഈഗർലി ഫോർ ദ വീക്ക്ലി മാഗസിൻ, ഗ്രാമത്തിലെ എല്ലാവരും ആകാംക്ഷയോടെ ആ ആഴ്ചപ്പതിപ്പിന് വേണ്ടി കാത്തിരിക്കും. കർമ്മവീര എന്നാണ് ആഴ്ചപ്പതിപ്പിന്റെ പേര്. വേർ വൺ ഓഫ് ഹെർ നോവൽ കാശി യാത്ര വാസ് അപ്പിയറിംഗ് ആസ് എ സീരിയൽ, ആ ആഴ്ചപ്പതിപ്പിലാണ് അവരുടെ നോവലുകളിൽ ഒന്ന് കാശി യാത്ര ഒരു സീരിയലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കാശി യാത്ര അപ്പിയർ, APPEAR, അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. ഓക്കെ, സീരിയൽ എന്ന് പറഞ്ഞാൽ പരമ്പര. ഓക്കെ, വീക്ക്ലി മാഗസിൻ ആഴ്ചപ്പതിപ്പ്. ഈഗർലി, ആകാംക്ഷയോടെ, EAGERLY, ഈഗർലി. വില്ലേജ് പീപ്പിൾ, ഗ്രാമത്തിലെ ആളുകൾ. സ്പെല്ലിംഗ് എല്ലാം പഠിക്കുക.